നരേന്ദ്രമോദി മൂന്നാം സർക്കാരിന് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഏറ്റവും പുതിയ ആരോപണം നേരിടുന്നത് സെബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആണ്. അമേരിക്ക ആസ്ഥാനമായുള്ള നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് ഇന്ന് പുറത്തുവിട്ട ഒരു പുതിയ റിപ്പോർട്ട് സെബി ചെയർപേഴ്സൺ, അദാനി ഗ്രൂപ്പ് എന്നിവരെ ചേർത്തുള്ള കടുത്ത ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രമല്ല, ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഈ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. BJP സർക്കാർ ഇതിനെ എങ്ങനെ നേരിടും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഈ വിഷയത്തെക്കുറിച്ച് അതിശക്തമായൊരു പ്രതികരണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടിരിക്കുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളൊരു അന്തർദേശീയ ക്രിക്കറ്റ് മത്സരം കാണുകയാണെന്ന് വിചാരിക്കുക, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ളത്. അതിൻ്റെ അമ്പയർ അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ആളാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ എന്തായിരിക്കും ഈ കളിക്കുന്ന ആൾക്കാരുടെയും കളി കാണുന്നവരുടെയും മാനസികാവസ്ഥ? ഏതാണ്ട് അതുതന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിയന്ത്രിക്കേണ്ട സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അഴിമതി കാണിച്ചു എന്ന അന്വേഷണം നേരിടുന്ന അദാനി ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. അദാനി ഗ്രൂപ്പിൻ്റെ നിഴൽ കമ്പനികളിൽ ഈ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഭർത്താവിനും താല്പര്യമുണ്ട് എന്നതാണ് ഹിൻഡൻബർഗ് പുതിയതായി ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ഇങ്ങനെയുള്ള സെബി നിയന്ത്രിക്കുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാരുടെ പൈസയ്ക്ക് എന്താണ് ഗ്യാരണ്ടി ഉള്ളത്? സാധാരണക്കാരായ നിക്ഷേപകർ തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും സ്വരുക്കൂട്ടിയ ലീഗൽ മണിയാണ് ഈ നിക്ഷേപത്തിൽ, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് എന്ത് സുതാര്യതയാണ്, എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്. സാധാരണക്കാർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പ്രധാനമായും 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1. ഇത്ര വലിയൊരു ആരോപണം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സെബി ചെയർപേഴ്സൺ രാജിവെക്കാൻ തയ്യാറാകുന്നില്ല? 2. ഇങ്ങനെ ഒരു നഷ്ടം ശരിക്കും ഉണ്ടാവുകയാണെങ്കിൽ ആരാവും ഇതിന് ഉത്തരവാദി, അല്ലെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയുക? സെബി ചെയർപേഴ്സണോ, അദാനിയോ, അതേ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണോ? ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി സുവോമോട്ടോ ഇടപെടുമോ? ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ RR ടോക്സിൻ്റെ അഭിപ്രായത്തിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അത് ഹിൻഡൻബർഗ് പോലെയൊരു സ്ഥാപനത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നേരിടുന്ന ഇത്ര വലിയൊരു പ്രശ്നം, സാധാരണക്കാരായ നിക്ഷേപകരുടെ സമാധാനവും വിശ്വാസ്യതയും നഷ്ടപ്പെടുന്ന ഈ ഒരു വലിയ വിഷയത്തിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് കണ്ടറിയണം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Imagine you're watching a cricket match, international cricket match between India and Australia. And every single person who's watching the match and those playing the match know that the umpire is compromised. What would happen to the match? What would happen to the fairness of the match? What would happen to the outcomes? How would you feel as somebody who's participating in the match? This is exactly what is happening in the Indian stock market. Over the last few years, larger and larger numbers of people have been investing in India's stock market. They invest their hard-earned, honestly earned savings in the stock market. And it is my duty as leader of the opposition to bring to your notice that there is a significant risk in the Indian stock market because the institution that governs the stock market is compromised. Now I'm going to explain to you exactly how and why it is compromised. A very serious allegation against the Adani Group was illegal share ownership and price manipulation using offshore funds. It has now emerged that SEBI chairwoman Madhavi Butch and her husband had an interest in one of those funds. This is an explosive allegation because it alleges that the umpire herself is compromised. The savings of millions of Indians, hard-earned, honestly earned savings, are at risk. It is therefore imperative that this matter is investigated. Retail investors, honest investors, pensioners have 3 questions. അദാനിക്ക് പങ്കാളിത്തമുള്ള നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിന് നിക്ഷേപമുണ്ടായിരുന്നുവെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് ഇപ്പോൾ കോളിളക്കമുണ്ടാക്കിയിരിക്കുന്നത്. സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവിനും അദാനി പണമിടപാട് അഴിമതിയിൽ ഉൾപ്പെട്ട വിദേശ സ്ഥാപനങ്ങളിൽ ഓഹരിയുണ്ടെന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അദാനിക്കെതിരായ അന്വേഷണം സെബി മന്ദഗതിയിലാക്കിയതിന് പിന്നിൽ ഈ ബന്ധമാണെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് അടിയുറച്ച് ആരോപിക്കുന്നു.
എന്നാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടും അല്ലെങ്കിൽ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലും അദാനി ഗ്രൂപ്പും മാധവി ബുച്ചും തള്ളിയിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുന്നുവെന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞു. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കുകയും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. എന്നാൽ തെളിവില്ലാത്ത ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയാണെന്നും മാധവി ബുച്ചുമായി തങ്ങൾക്ക് യാതൊരു ബിസിനസ് ഇടപാടില്ലെന്നും അദാനി ഗ്രൂപ്പ് വീണ്ടും വിശദീകരിക്കുകയാണ്. രാജ്യത്തെ സാധാരണക്കാരായ നിക്ഷേപകരുടെ പണം കൊള്ളയടിക്കുന്ന ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ വിവരം പുറത്തു വന്ന സ്ഥിതിക്ക് ഈ വിഷയം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തൻ്റെ സ്ഥാനത്തിന് തുയർന്നു പ്രവർത്തിച്ചൊരു വിഷയമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്വാധീനത്തിൽപ്പെട്ടാണ് ഹിൻഡൻബർഗ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതെന്ന മറു ആരോപണവും BJP ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നിലെ രാഷ്ട്രീയം എന്തായാലും സാധാരണക്കാരൻ്റെ പൈസ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിനാൽ സത്യസന്ധമായ ഒരു അന്വേഷണവും സുതാര്യതയും ഉറപ്പുവരുത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, നമ്മളെപ്പോലുള്ള ഓരോ സാധാരണക്കാരൻ്റെയും ആവശ്യമാണ് എന്നതാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരട്ടെ, സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, സാധാരണക്കാരൻ്റെ പൈസയും സാമ്പത്തിക സ്ഥിതിയും നഷ്ടപ്പെടുന്ന യാതൊരു പ്രവർത്തികളും ഉണ്ടാകാതിരിക്കട്ടെ എന്നേ പ്രത്യാശിക്കാം. എന്തായാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഇത്ര വലിയൊരു അഴിമതി ആരോപണം അല്ലെങ്കിൽ ഇത്ര വലിയൊരു കള്ളക്കൂട്ടുകെട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് അതിന് വ്യക്തമായ നടപടിയെടുക്കാനുള്ള ആർജവം BJP സർക്കാർ കാണിക്കട്ടെ. ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പുകളുമായി വരുവാൻ പ്രതിപക്ഷത്തിനാവട്ടെ എന്ന് തന്നെ RR ടോക്ക് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.